എൻ്റെ പേര് സാനി വിധേയത്തിൽ മാളയിൽ നിന്ന് വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അക്ബർ തൻ്റെ പ്രബന്ധത്തിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു: പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന പല കൊട്ടേഷനുകളും പുതിയ നിയമത്തിൽ അതിന് വിശ്വാസ്യത പുലർത്തുന്നില്ല. ഉദാഹരണമായി മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം അത് തന്നെ സമകാലിക സുവിശേഷത്തിൽ 2 കൂടെ പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 3-4 മത്തായിയുടെ സുവിശേഷം 3-3. ഇത് ഈ ബഹുമാനപ്പെട്ട അക്ബർ പറഞ്ഞു, ഇത് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്ന വചന നിവൃത്തി എന്നോണം. ഇത് സീമാൻ അക്ബർ യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ, സവിസ്തരം വായിച്ചാൽ ഇത് ഈ പറയുന്ന കൊട്ടേഷൻ ഇത് തന്നെയാണോ എന്ന് സംശയം തീരും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനം, ആ 2-ാമത്തെ വചനത്തിന്റെ അത് കൊട്ടേഷൻ അതേപോലെ യെശയ്യാവിന്റെ 40-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ ഉണ്ട് എന്നാണ് സുഹൃത്ത് പറയുന്നത്. സുഹൃത്താണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, വീണ്ടും എനിക്കത് വിശദീകരിക്കാൻ ഒരു അവസരം തന്നതിന് സുഹൃത്തിന് നന്ദി. എന്താന്ന് വെച്ചാൽ അവിടെ മാർക്കോസ് വളരെ സമർത്ഥമായി 2 വചനങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയും ആ അബദ്ധം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ഭാഗം മാലാഖിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനമാണ്. യെശയ്യാവിന്റെ 40-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിന്റെ ഒരു ചെറിയ ഭാഗം അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഇത് രണ്ടും ഒരു പ്രവാചക പ്രവചനമാണ് എന്ന് വരുത്തി തീർത്തിട്ട് അത് യെശയ്യാവിൽ ആരോപിക്കുകയാണ് മർക്കോസ് ചെയ്തിട്ടുള്ളത്. ഇതല്ല യേശു ക്രിസ്തുവിൽ ഇത് നിവർത്തി വെച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. ഈ 2 പ്രവാചകന്മാരുടെ 2 പുസ്തകത്തിലുള്ളതാ. ഇതെനിക്ക് വിശദീകരിക്കാൻ നേരത്തെ സമയമില്ലായിരുന്നു. ആ അവസരം തന്നതിന് സുഹൃത്തിന് പ്രത്യേകം നന്ദി പറയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ യെശയ്യാ പ്രവാചകന്റെ 40-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ ഈ പ്രവചനത്തിന്റെ അടിഭാഗത്തുള്ള ഭാഗങ്ങളുണ്ട്. ഞാനീ പറഞ്ഞതല്ലാത്ത ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗത്തുള്ളത് മാലാഖിയുടെ 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനത്തിലുള്ളത്. ആ വചനം 2 കൂടി കൂട്ടി യോജിപ്പിച്ച് മർക്കോസ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏതോ യെശയ്യാവ് പ്രവചിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് സത്യം. ഇവിടെ നേരത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഉള്ള ഞാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് അത് സൂചിപ്പിക്കേണ്ടതെന്നുണ്ടെന്ന് തോന്നുന്നു. ഗ്രീക്ക് ബൈബിളിലും വചനങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഗ്രീക്ക് ബൈബിളാണിത്. ഗ്രീക്ക് ബൈബിളിലെ മർക്കോസിന്റെ സുവിശേഷം 45-ാമത്തെ 9-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ വചനം കഴിഞ്ഞിട്ട് പിന്നെ 47-ാമത്തെ വചനം കാണുന്നുള്ളൂ. എവിടെ പോയി എന്നറിയില്ല. ഈ ബൈബിളിൽ പലതവണ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 16-ാം അധ്യായത്തിൽ 9 മുതൽ 20 വരെയുള്ള വചനങ്ങൾ പിൽക്കാലഘട്ടത്തിൽ കടത്തിക്കൂട്ടപ്പെട്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 53 മുതൽ 8-ാം അധ്യായത്തിലെ 11 വരെയുള്ള വചനങ്ങൾ പിൽക്കാലഘട്ടത്തിൽ കടത്തിക്കൂട്ടപ്പെട്ടതാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ 3 പേരും ഒന്ന് തന്നെ എന്നുള്ള വചനം പിൽക്കാലഘട്ടത്തിൽ കടത്തിക്കൂട്ടപ്പെട്ടതാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ബൈബിളിൽ കൃത്യമായി തെളിവുള്ളതാണ്. അപ്പൊ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞ ബാധകൾ ആർക്കൊക്കെ ബാധിക്കണം എന്ന് തീരുമാനിച്ചാൽ മതി. ആ ബാധകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ആ സദൃശ്യ വാക്യങ്ങളിലും മറ്റും പറയുന്ന ആവർത്തന പുസ്തകത്തിൽ തന്നെ 4-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിലുണ്ട്. വെളിപാട് പുസ്തകത്തിൽ 22-ാം അധ്യായത്തിലെ 18-19 വചനങ്ങളിലുണ്ട്. തിരുത്തുന്നതിനെതിരെയുള്ള ശക്തമായ താക്കീത്. പക്ഷെ ആ താക്കീതൊന്നും കേട്ടിട്ടില്ല. താക്കീത് ഇഷ്ടം പോലെ ഉണ്ട്, പലതിലുണ്ട് തിരുത്താൻ പാടില്ല എന്ന്. പക്ഷെ ആ താക്കീത് കേൾക്കാതെ കാലത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിലാണ് ബൈബിളിലേക്ക് ഞാൻ പറഞ്ഞ ഫസ്റ്റ് എപ്പിസ്റ്റൽ ഓഫ് ജോൺ, യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം കടന്നുകൂടിയത്. ഇത് ഗ്രീക്ക് ബൈബിളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്താണ് പുരാതന മാനുസ്ക്രിപ്റ്റുകൾ ലഭിച്ചപ്പോൾ അതിലില്ലാന്ന് മനസ്സിലായപ്പോൾ, ഇതിന്റെ ഭാഷ്യം വ്യത്യസ്തമാണെന്ന് മനസ്സിലായപ്പോൾ എടുത്തു കളഞ്ഞത്. എന്നിട്ടും ഇപ്പൊ മലയാളം ബൈബിളിൽ ചിലതിൽ കൂട്ടിയിട്ടുണ്ട്, വീണ്ടും കൂട്ടിയിട്ടുണ്ട്. മലയാളം ബൈബിളിൽ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല, ഇപ്പോ ഈ ബൈബിളിലുണ്ട്. അതേപോലെ തന്നെ പ്രീമിയറിന്റെ ബൈബിളിലുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ സത്യവേദ പുസ്തകം തന്നെ ഈ പുസ്തകത്തിലുണ്ട്. ഇതെല്ലാ തെറ്റും നീക്കിയിട്ട് പിന്നെ പ്രസിദ്ധീകരിച്ചതാണ് എന്നാണ് ഇതിന്റെ പ്രസാധകർ അവകാശപ്പെടുന്നത്. എല്ലാ തെറ്റും അതിൽ പറയുന്നത് തന്നെ നല്ല രസമുണ്ട്. ബ്രദർ മാത്യൂസ് വർഗീസൺ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ,
ഒരേ സംഭവം ഒരു ബൈബിളിൻ്റെ 3 ഭാഗങ്ങളിൽ വ്യത്യസ്തമായി പരാമർശിക്കുമ്പോൾ വായനക്കാർ ചിന്താക്കുഴപ്പത്തിലാവുകയും ദൈവവചനത്തോടുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുകയില്ലേ എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു ബൈബിൾ പരിഭാഷ ഇറക്കിയതെന്ന്. അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കുക. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഉണ്ടാക്കിയ ബൈബിളിൽ പോലും ഇതേപോലെയുള്ള വൈരുദ്ധ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള സത്യവും അംഗീകരിക്കുക എന്നാണ് നമുക്ക് സൂചിപ്പിക്കാം.